ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് മുഖത്തെ ആൾക്കാർക്ക് എന്താ പറയുക പിഗ്മെന്റേഷൻ നിറയെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പിഗ്മെന്റേഷന് മാത്രമല്ല കേട്ടോ, മുഖം നന്നായി വെളുത്ത് സുന്ദരമാവും. പിന്നെ പിഗ്മെന്റേഷൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം. ആദ്യം അതെന്താണെന്നറിയോ, നമ്മുടെ തുളസി നീര് എടുത്തിട്ട് തുളസി അരച്ചിട്ട് അതിൽ കുറച്ച് പച്ചമഞ്ഞളും കൂടി കൂട്ടി അരയ്ക്കുക. എന്നിട്ട് മുഖത്ത് നന്നായി തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞ് നോക്കൂ നിങ്ങളെ. അത് അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ കമ്മിയായിട്ട് മുഖം വെളുക്കണത് നമുക്ക് കാണുന്നുണ്ട്. എൻ്റെ പിഗ്മെന്റേഷൻ അങ്ങനെ കുറേ പോയി കിട്ടുമോ. പക്ഷേ എൻ്റെ ചേച്ചിയുടെ പിഗ്മെന്റേഷൻ പോയത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടാണ്. ചേച്ചി പറഞ്ഞതാണ്, ഇത് തേച്ച് നോക്ക്, കൂടുതൽ ആൾക്കാർക്ക് സൗകര്യമല്ലേ എന്ന്. തുളസി നീരും പച്ചമഞ്ഞളും ഒക്കെ അരയ്ക്കാൻ എല്ലാവരും മടിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തേക്കാനും ബുദ്ധിമുട്ടാണ്, കൈ മുഴുവൻ മഞ്ഞ കളറല്ലേ. അപ്പോൾ നീ ഇങ്ങനെ ചെയ്ത് നോക്കാൻ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ് റെമഡിയാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം കേട്ടോ. ഈ തുളസിക്കൊക്കെ കുറച്ച് പ്രയാസമല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കണതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു റെമഡി അമ്മ പറഞ്ഞു തന്നില്ലേ, എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. അമ്മയാവില്ല, ഒരു 35 കഴിഞ്ഞുള്ളവർക്ക് മാത്രമാണ് അത് പിഗ്മെന്റേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെയല്ല, മുഖക്കുരു വന്നുള്ള കറുത്തപ്പാടും പോകുന്നുണ്ട് ഈ പച്ചമഞ്ഞളും തുളസി കൂടി അരച്ചിട്ടാൽ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിച്ച് നോക്കിക്കോളൂ. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത റെമഡി ഞാൻ പറയാൻ പോവുകയാണ്. അത് എല്ലാവർക്കും ഉപയോഗപ്പെടും, ചെറുപ്പം മുതലുള്ള എല്ലാവർക്കും, പിഗ്മെന്റേഷൻ ഉള്ളവർക്കും, മുഖക്കുരു ഉള്ളവർക്കും. പിന്നെ നമ്മൾ വെയിൽ കൊള്ളരുത് ഇത് തേച്ചാന്നുള്ളൊരു പ്രത്യേകത. അപ്പൊ നമ്മൾ എങ്ങനെയത് 2 നേരം തേക്കാം, വെയിൽ കൊള്ളാതെ അകത്തിരിക്കണവർക്ക് 2 നേരം തേക്കാം. ഇനി അടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ കരുവാളിപ്പ് വരുന്നുണ്ട്. അപ്പോൾ പിഗ്മെന്റേഷൻ അങ്ങോട്ട് നമുക്ക് പോണില്ല. അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കണവർക്ക്, അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് തേക്കുകയായിരിക്കും അത് നല്ലത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ, എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണേ. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടി എല്ലാവരും, പുതിയ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അത് ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ. ഇന്ന് ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണാം. അപ്പോൾ ഇനി അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇനി ഒരുപാട് വലിച്ചു നീട്ടണില്ല കേട്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മളെ ഗ്ലിസറിനാണ്. ഇത് മാത്രം നമ്മൾ മുഖത്ത് തേച്ചാൽ തന്നെ നമ്മളെ മുഖം നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ. ഈ ഒന്നും വേണ്ട, ഗ്ലിസറിൻ. ഇത് സ്കിന്നിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് തേക്കാം. ശരീരം എവിടെയൊക്കെ നിറം വെക്കണോ അവിടെയൊക്കെ നമ്മൾ ഈ ഗ്ലിസറിൻ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ലതാണ് ഗ്ലിസറിൻ തേച്ചാന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലതാണ്, നല്ല വെളുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ കേട്ടോളൂ. കണ്ടോ, നമ്മളെ റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടർ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മളെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് കണ്ടോ, നമ്മളെ വീട്ടിൽ അലോവേര ഇല്ല, ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ട്. അലോവേര നിറയെ ഉണ്ടായിരുന്നതാ, അതൊക്കെ ചവിട്ടി ആകെ നശിപ്പിച്ചു. അപ്പൊ എനിക്കിത് വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. ആയുർവേദ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അലോവേര ജെല്ല്. മുഴുവനും വാങ്ങിച്ച സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നാലാമതായിട്ട് കണ്ടോ, ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ മുടിയിലേക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാണ്. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഒരു 3 ഗുളിക വേണ്ടു കേട്ടോ, 3 ഗുളിക. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ ആദ്യം വാങ്ങിച്ച അലോവേര ജെല്ലിന്റെ പാത്രമാണ്. കണ്ടോ, ഇത് നമ്മളെ പറ്റ ഒഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, അതിലൊന്നുമില്ല, ഞാൻ തുടച്ച് വൃത്തിയാക്കിയ പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കണ്ടോ, ഇങ്ങനെ ഒരു പാത്രം, വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പൊ നമ്മൾ അധികം വേണ്ട സാധനം 2 സ്പൂൺ അലോവേര ജെല്ല്. കണ്ടോ, 2 സ്പൂൺ അലോവേര ജെല്ല് കണ്ടല്ലോ. 2 സ്പൂൺ അലോവേര ജെല്ല് നമ്മൾ ഓൾറെഡി ഇതിൽ ചേർത്ത് കഴിഞ്ഞു കേട്ടോ. അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് 1 സ്പൂണ് റോസ് വാട്ടർ. കണ്ടല്ലോ, 1 സ്പൂണ് റോസ് വാട്ടറേ വേണ്ടൂ ഇതിലേക്ക് കേട്ടോ. ഇനി വേണ്ടത് എന്താ വെച്ചാൽ 1 സ്പൂണ്, കണ്ടോ, ഇത് നമ്മളെ ഗ്ലിസറിനാണ്, കാണാല്ലേ നമ്മുടെ ഗ്ലിസറിൻ. അതും 1 സ്പൂണേ വേണ്ടൂ കേട്ടോ. ധാരാളമാണ് 1 സ്പൂണ്. 2 സ്പൂണ് അലോവേര ജെല്ല്, 1 സ്പൂണ് റോസ് വാട്ടർ, 1 സ്പൂണ് ഗ്ലിസറിൻ. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 എണ്ണം ധാരാളമാണ് കേട്ടോ. കണ്ടോ, 4 എണ്ണം വേണ്ട, 4 എണ്ണം അധികമാവും, നമുക്ക് 3 എണ്ണേ വേണ്ടു. ഇതിനിവിടെ ഇരുന്നോട്ടെ. മുടിയിലേക്കൊക്കെ നല്ലതല്ലേ, നമ്മുടെ ത്വക്കിനും സ്കിന്നിനും നന്ന, മുടിക്കും നന്ന കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. ഇതിപ്പോൾ 3 എണ്ണം നിങ്ങൾ വിചാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊന്നൊക്കെ കുറച്ചിശേ വരൂ, കാണാണ്ടോ, ഉണ്ടോ, 1, 2, 3 തുള്ളി കണ്ടോ. ഒരു 2-3 തുള്ളി വന്നു കണ്ടോ. ഇതിന്റെ പുറന്തോട് നല്ല കട്ടിയാണ്, പക്ഷെ അതിൽ ഉള്ളിൽ കുറവാണ്. അപ്പൊ നമ്മൾ 3 എണ്ണം എടുത്തോളൂ.
ഇത് നമുക്ക് ഒരു മാസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അളവ് എന്താണെന്നറിയോ? ഒരു മാസം നമുക്ക് ഉപയോഗിക്കാം നൈറ്റ് ക്രീമായിട്ട് കേട്ടോ. നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇത് പതുക്കെ തേച്ച് മസാജ് ചെയ്തോളൂ. പതുക്കെ മസാജ് ചെയ്യുക, ഒരുപാട് അമർത്തി മസാജ് ചെയ്യണം എന്നല്ല, തേച്ചോളൂ. എന്നിട്ട് രാത്രി നൈറ്റ് ക്രീമായിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം രാവിലെ പല്ല് തേച്ച് മുഖം കഴുകി കളയാട്ടോ. നിങ്ങളിത് എങ്ങനെ ഫേസ് വാഷോ എന്താച്ചാലും നിങ്ങൾ ഇട്ടത് മുഖം കഴുകി കളഞ്ഞോളൂ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ രാത്രി ഡെയിലി സ്ഥിരം ഉപയോഗിക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. കാരണം ഗ്ലിസറിനും അലോവേര ജെല്ലും നമുക്ക് നല്ലതാണ്. പിന്നെ റോസ് വാട്ടർ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ നന്നായി കുറേ നേരം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അലോവേര ജെല്ല് വാങ്ങിയ പാത്രം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമായി കണ്ടോ. ഇത് ഒരു മാസത്തേക്ക് ഉണ്ടാവുന്നുണ്ട് നമുക്ക്. എനിക്കിപ്പോൾ ഇതിങ്ങനെ എന്നും ഒരു മാസത്തേക്ക് ഉണ്ട്. കാരണം എനിക്ക് കരിമുഖം ഉണ്ട്. ഞാനപ്പോൾ ആദ്യം മഞ്ഞളും തുളസി നീരും തേച്ചിട്ട് കുറച്ചൊക്കെ അധിക കട്ടിയുള്ളതൊക്കെ എൻ്റെ മുഖത്തുനിന്ന് പോയിരുന്നു. ഒരു 4 കൊല്ലം മുന്നെയാണ് എനിക്ക് ഈ കരിമുഖം വന്നത്. പക്ഷേ കരിമുഖം അങ്ങനെ തുളസി നീര് തേച്ച് കുറേ അങ്ങോട്ട് പോയതാണ്. കണ്ടല്ലോ. ഇതിനി നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമില്ല. ഒരു മാസത്തേക്ക് എവിടെയും സൂക്ഷിക്കാം. ഞാൻ പേടിച്ചിട്ട് ഇത് ഫ്രിഡ്ജിലാണ് വെക്കാറ്. നിങ്ങളിതിങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചോളൂ കേട്ടോ. എന്നാൽ ഒരു മാസം സ്ഥിരം തേക്കുമ്പോൾ നിങ്ങളൊന്ന് തേച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലാവും. മുഖം നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ നമ്മളെ മുഖക്കുരുവിൻ്റെ വടു അടക്കം പോവും. പിന്നെ പിഗ്മെൻറ്റേഷൻ പോവും. നല്ല സുന്ദരമാവും. കാരണം മുഖം നല്ല വെളുത്ത് തുടുക്കാനും ഒക്കെ നല്ല കേട്ടോ. നമ്മളുടെ ഗ്ലിസറിൻ പ്രത്യേകിച്ചും ഒരുപാട് നല്ലതാണ് സ്കിന്നിന്. പിന്നെ അതിൽ നമ്മൾ കൂട്ടിയിട്ടുള്ളതൊന്ന് അലോവേര ജെല്ലാണ്, റോസ് വാട്ടറാണ്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.